നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. പരാജയം. നമ്മളിൽ പലരും ഒരു കാര്യം തുടങ്ങാൻ പേടിക്കുന്നത് തോറ്റുപോയാൽ എന്തുണ്ടാകും എന്നോർത്താണ്. എന്നാൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിജയികളൊക്കെ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. പരാജയപ്പെടാത്തവനല്ല വിജയി, മറിച്ച് പരാജയപ്പെട്ടിട്ടും തളരാതെ വീണ്ടും എഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ വിജയി. നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറഞ്ഞേക്കാം, നിന്നെ കൊണ്ട് ഇതിന് കഴിയില്ല, ഇതൊക്കെ വെറുതെ സ്വപ്നം കാണുന്നതാണ് നീ എന്ന്. പക്ഷെ ഓർക്കുക, അത് അവരുടെ പരിമിതിയാണ്, നിങ്ങളുടേതല്ല. നിങ്ങളുടെ ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നടന്നു തുടങ്ങുക. ആദ്യമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ ഒറ്റപ്പെട്ടെന്ന് വരാം. പക്ഷെ ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. തോൽവി സംഭവിക്കുമ്പോൾ നിങ്ങൾ തകരുകയല്ല വേണ്ടത്, മറിച്ച് എന്തുകൊണ്ട് തോറ്റു എന്ന് പഠിക്കുകയാണ് വേണ്ടത്. ഓരോ വീഴ്ചയും നിങ്ങൾക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. വിജയം എന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല. അത് കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ക്ഷമയുടെയും ഫലമാണ്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നാളെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മത്സരം നിങ്ങളോട് തന്നെയാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരാതികൾ പറയുന്നത് നിർത്തൂ, പ്രവർത്തിച്ചു തുടങ്ങൂ. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി പോരാടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. വിജയിക്കുന്നത് വരെ പോരാടുക. നന്ദി.